ഇതൊരു വൈറൽ കൊറിയൻ മാസ്ക് ആട്ടോ. ഇതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ നല്ല ഗ്ലോ ഉണ്ട്. അതേപോലെ നന്നായിട്ടൊരു ബ്രൈറ്റനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന്. നമുക്ക് ആദ്യം വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ്. ചണവിത്ത് ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ വേവിച്ചിട്ടുള്ള വൈറ്റ് റൈസ് എടുക്കാം ട്ടോ. അതിന്റെ റിസൾട്ട് അതിനാണ് കൂടുതൽ. അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം ട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കോ അല്ലെങ്കിൽ വെള്ളമാണ്. നമുക്ക് വെള്ളം എടുത്താലും മതി. മിൽക്ക് അലർജി ഉള്ളവർക്ക്. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ റൈസ് പൗഡർ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഇങ്ങനെ കുറുകി എടുക്കും ട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതൊരു ജെല്ല് മാതിരി ആവില്ലേ. നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. അരക്കാണ്ടും ഇടാം. ഞാൻ അരച്ചിട്ട് ഇടണം കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചപ്പോണ്ടല്ലോ ശരിക്കും ഒരു ഇഡലി മാതിരി ആയിട്ടോ. പക്ഷെ ഞാൻ ഫേസിൽ ഇട്ടപ്പോൾ ഇത് ശരിക്കും ഫേസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിട്ടോ. അങ്ങനെ ഞാൻ ഫേസിൽ എല്ലാവിടെ അപ്ലൈ ചെയ്തു. ഒരു ഉണങ്ങാൻ വേണ്ടി ഒരു 20 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറുട്ടിനെ കണ്ടപ്പോൾ ദൈവം ഇത് എന്താ കുട്ടിച്ചാത്തൻ അങ്ങനെ വിചാരിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. മിൽക്കൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഫ്ലാക്സ് സീഡ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് തോന്നിയത്. നല്ല ഗ്ലോ ഉണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നമുക്ക് വീക്കിൽ 2 തവണയൊക്കെ